ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാട്ടോ നമ്മുടെ വ്ളോഗ് തുടങ്ങുന്നത്. അപ്പോൾ ഡിന്നറിന് വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് പീസ് പുറത്തെടുത്ത് തണുപ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പീസ് എടുക്കേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്കൂന് കുറച്ച് റോസ്റ്റ് വേണമാന്ന് പറഞ്ഞുകൊണ്ട് ചിക്കൻ റോസ്റ്റായിട്ട് ഉണ്ടാക്കും. അധികം വെള്ളമൊന്നും ഇല്ലാതെ പുരട്ടി വെക്കുക. ചപ്പാത്തിയും ചിക്കൻ റോസ്റ്റും ഡിന്നർ. താഴോട്ട് വേടാ എടുത്തോളാം. ഇങ്ങോട്ട് വെച്ചോടാ. താഴെ വേടാ ഇവിടെ. ഓക്കെ ഫൈൻ. നമ്മുടെ ശർമാജിയുടെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഇതാക്കി വന്നിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ ഒരുവിധം കഴിഞ്ഞിരുന്നതാണ്. ഞാൻ ലിസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യ സാധനങ്ങളൊക്കെ അതേ എത്തി. ഇങ്ങോട്ട് വെച്ചു. ഓ, ഡോക്ടർ ഓട്ട്കർ അല്ലേ? അവരുടെ അതിൻ്റെ പേര് കുപ്പീസ് എന്നാ കിടക്കുന്ന. കുപ്പീസ്, ഫ്രൂട്ട് ആൻഡ് നട്ട് കേക്ക് എല്ലാം അതാണ്. ചോക്കോ കോഫി, ടൈഗർ ബിസ്ക്കറ്റ് ഓറഞ്ചിൻ്റെ. അപ്പോൾ നമ്മുടെ ഡോക്ടർ ഓട്ട്കർ എന്ന് പറഞ്ഞൊരു ഓട്സ് ബ്രാൻഡാണെന്ന് തോന്നുന്നു അവർ. ആ ഓട്സിൻ്റെ തന്നെ ബിസ്ക്കറ്റും അതൊക്കെയാണ് ഞാൻ കാണിച്ചത് കേട്ടോ, കേക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്കു ദേ ആ വാഫി പോലെ ഇരുന്ന സംഭവത്തിൽ ഇതായിരുന്നു സംഭവം, വാഫിൾസ്. അതിനകത്ത് ദേ അവൻ കുറച്ച് ഐസ്ക്രീമും എന്തൊക്കെയോ സംഭവം ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം കുപ്പീസ്നോ അങ്ങനെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത് കേട്ടോ നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. ഓട്സിൻ്റെയാണ്, പക്ഷേ ഭയങ്കര മധുരം കേട്ടോ, നമുക്ക് തല പെരുക്കുന്ന മധുരം. ഇത് നമ്മുടെ റാഡിഷ് ലീവ്സ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, റാഡിഷ് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സീസണായത്. മുള്ളങ്കി നമ്മുടെ നാട്ടിൽ പറയും. അതിനെക്കാട്ടിയും ന്യൂട്രീഷ്യസ് ആണ് അതിൻ്റെ ഇല. പിന്നെ അതായത് കുറച്ച് ബ്രെഡും കാര്യങ്ങളും എന്തൊക്കെയോ ഞാൻ എഴുതിയതൊക്കെ സംഭവം എത്തിയിട്ടുണ്ട്. ഇത്രയും മൂല്യമുണ്ട് കേട്ടോ. 1 കിലോ 10 രൂപ കണ്ടേ ഉള്ളൂ ഇവിടെ ഇപ്പം. അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റേജ് ഓഫ് ചിക്കൻ റോസ്റ്റ്, ചപ്പാത്തി, ഡിന്നർ റെഡി. നെക്സ്റ്റ് ഡേ മോർണിംഗ് കേട്ടോ, 7 മണിയാകാൻ പോകുന്നു. അങ്കുവിൻ്റെ സ്കൂൾ തയ്യാറെടുപ്പുകളിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവന് സ്കൂളിൽ കൊടുത്തു വിടാനേ. കൂടെ ബ്രെഡും കൂടെ ടോസ്റ്റ് ചെയ്ത്, നമ്മുടെ ബ്രൗൺ ബ്രെഡ്, അതും ചിക്കൻ റോസ്റ്റുമാണ് അവൻ്റെ ഇന്നത്തെ ടിഫിൻ കേട്ടോ. ബ്രെഡ് ഉണ്ടെങ്കിലേ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് മുട്ട ഉണ്ടെങ്കിൽ സ്റ്റഫ് ചെയ്ത് സാൻഡ്വിച്ചോ എന്തെങ്കിലും ആവാം. നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി രാക്കയുടെ ഡ്രിങ്ക്, പിന്നെ അവൻ്റെ ടിഫിൻ ബോക്സ് അങ്ങനെ റെഡിയായി സെറ്റായി. തലേദിവസം നമ്മൾ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കരുതിയിട്ട് കിടന്നാൽ പിറ്റേ ദിവസം എളുപ്പമോ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ആകെ ബ്ലാങ്ക് ആയിരിക്കും. ഇതേ ഒരു ടൈഗർ ബിസ്ക്കറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ടിഫിൻ സെറ്റ്. ഇതൊക്കെ ഇപ്പം നമുക്ക് ശീലമായിണ്ടേ, അതൊക്കെ ആ ഒരു വഴിക്ക് അങ്ങ് നടന്നു പോവില്ലേ. പുറത്ത് ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയാൻ കുറച്ച് ഫോഗുണ്ടേ. തണുപ്പ് വീണ്ടും ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും കൂടുമെന്ന് തോന്നുന്നില്ല, കുറഞ്ഞു തന്നെ ഇരിക്കും. ഫോഗ് ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തെളിയും. എങ്കിലും ഈ ഫോഗ് കാണുമ്പോൾ ആകെ മൈൻഡ് അങ്ങ് ഡൗൺ ആവും. വല്ലപ്പോഴും ഒക്കെ ആദ്യം ഫോഗൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ സ്ഥിരം ഇത് നമ്മളാവുമ്പോഴേ നമുക്ക് ആകെ ഒരു ഡിപ്രസ്ഡ് മൂഡാവും ഈ ഫോഗ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തെളിഞ്ഞു വരും. അപ്പം അങ്കുവിൻ്റെ ഫോട്ടോ എടുക്കുന്ന ഡേ ആണ്, നമ്മുടെ ക്ലാസ് ഫോട്ടോ ഇല്ലേ, ഇയർലി അക്കാഡമിക് അവസാനമാകുമ്പോൾ. അപ്പോൾ ആ ഒരു ദിവസമായി ഇന്ന്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. അവർ ഫുൾ ചെക്കിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്ന് പോകണം. അപ്പോൾ അവൻ അതിനുള്ള തയ്യാറെടുപ്പാട്ടോ. അപ്പോൾ ഞാൻ ദേ നമ്മുടെ ഇഞ്ചി ചായ തിളപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. രാക്കി ഇപ്പോൾ സിമ്പിളായിട്ട് 2 പീസ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് കഴിച്ചുകൊണ്ടങ്ങ് പോകട്ടോ ചായ ആയിട്ട്. അങ്ങനെ ദേ അങ്കു ഇറങ്ങി. എല്ലാം എടുത്താ പ്രോജക്റ്റ് എങ്ങനെ എടുക്കാൻ എല്ലാം കൊടുത്തായിരുന്നു. ഞാൻ നേരത്തെ നമ്മുടെ വേസ്റ്റൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. സൂക്ഷിച്ചു. ഈ ഫോഗാണെങ്കിൽ ആ പുല്ല് ഫുള്ള് വെള്ളമായിരിക്കും, അവൻ്റെ ഷൂസ് മുഴുവൻ കേടാവും. സൂക്ഷിക്കണമെന്ന് പറഞ്ഞില്ലെങ്കിൽ അവൻ അങ്ങനെ പോവും. ഇന്നൊന്നാമത് ഫോട്ടോ എടുക്കുന്ന ദിവസം അവർ വൃത്തിയായിട്ട് ചെല്ലണമെന്നും പറഞ്ഞതാ. അവൻ അങ്ങനെയൊന്നും നോട്ടോ ഇല്ല കേട്ടോ. ചെളിയെങ്കിൽ ചെളി, അവിടെ ചവിട്ടി അവൻ പോകും, ഒരു കുഴപ്പമില്ല. വൈകുന്നേരം വരുമ്പോൾ നമ്മുടെ വെള്ള ഷൂസൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഈ സമയത്ത് നമ്മളങ്ങനെ കഴുകി ഉണക്കാനും പറ്റത്തില്ല. വളരെ കഷ്ടപ്പെട്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അവൻ അങ്ങ് എത്തി. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, വിസിബിലിറ്റി ഉണ്ട്. ചെറിയൊരു ഫോക്കേ ഉള്ളൂ. ഷൂസിൻ്റെ കാര്യം എന്തോ ആയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു സൂക്ഷിക്കണേന്ന്. ഇനി ബാക്കി എന്താണെന്ന് വെച്ചാൽ അവൻ സ്കൂളിൽ നിന്ന് കേട്ടോട്ടെ, അഴുക്കാക്കി. ഇവിടെ കുറുക്കന്മാരുണ്ടേ, വൃത്തികെട്ട കൂവുന്ന ശബ്ദം കേൾക്കാം ഇടയ്ക്ക്. ഇന്ന് നമ്മൾ ലഞ്ചിന് നമ്മുടെ മട്ടേരിയ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടേരി ഇരിപ്പുണ്ടായിരുന്നു. സാധാരണ വെക്കുന്ന പോലെ
നമ്മുടെ ബസ്മതി അല്ലെങ്കിൽ സോനാ മസൂരി വെക്കുന്ന പോലെ അല്ലല്ലോ മട്ടേരി വെക്കുന്നത്. വെള്ളം തിളപ്പിച്ചിട്ട് കഴുകിയല്ലേ ഇടുന്നത്. മറ്റേ ആകുമ്പോൾ 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. ഇതെനിക്ക് 1.5 മണിക്കൂർ എടുത്തു കേട്ടോ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ റാഡിഷിൻ്റെ ചീര, മുള്ളങ്കിയുടെ ചീരയായത് കേട്ടോ, നല്ല ചീരയായിരുന്നു. നന്നായിട്ട് കഴുകിയെടുക്കണം. ചിലപ്പം മണ്ണ് കാണും, അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് മുള്ളങ്കിയുടെ ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ വെച്ച് തോരനായിട്ട് വെക്കാമെന്ന്. അപ്പോൾ ഈ മുള്ളങ്കി മുട്ടയടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അരി തിളച്ച് വരുന്നുണ്ട്. മുള്ളങ്കിയുടെ ആ ഇല ഞാനൊന്ന് ഗ്രേറ്റ് അല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് നുറുക്കിയിട്ട് എണ്ണയിൽ ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് പൊടിയൊക്കെ ഇട്ട് നമ്മുടെ തോരൻ ഉണ്ടാക്കുക കേട്ടോ, തേങ്ങ ഇട്ടിട്ടുള്ള. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല, ഈ റാഡിഷും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് മിക്സ് ചെയ്തിട്ടിട്ട് നമ്മുടെ സാധാരണ തോരൻ്റെ അരപ്പിട്ട്, കാരണം മട്ടയരിക്ക് തോരൻ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ ഒരു സാമ്പാറും കൂടെ വെക്കാമെന്ന് വെച്ചു. ഇന്ന് ഫുള്ള് പച്ചക്കറി ഡേ ആട്ടോ, നല്ല രീതിയിലുള്ള കുറച്ച് പച്ചക്കറി കൊണ്ടുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫ്രഷായിട്ട് നമുക്കിരിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ടൊരു മനസ്സിനൊരു സന്തോഷമല്ലേ. നമ്മുടെ മെയ്ഡ് വന്ന് പോയതിന് ശേഷം നമ്മൾ കുറച്ച് ക്യാബേജും കൂടെ എടുത്തിട്ട് ഒന്ന് മെഴുക്ക് പുരട്ടുക. ഉപ്പേരി എന്ന് പറയും പടപ്പൊട്ടൊക്കെ, ഞങ്ങൾ ജസ്റ്റ് മെഴുക്ക് പുരട്ടി. അപ്പോൾ ക്യാബേജും ആവും, നമ്മുടെ മുള്ളങ്കിയുടെയും അതിൻ്റെ ഇലയുടെയൊക്കെ ഒരു തോരനും ആവും. സാമ്പാറും കൂടെ വെക്കണം. പിന്നെ ഇത് ഞാൻ കാണിച്ചു തരാം, ഇത് നമ്മുടെ അമ്മ വന്നപ്പോൾ ഇട്ടിട്ട് പോയി തന്ന അച്ചാറായിട്ട്. എത്ര നാളായി, വർഷം എന്ന് തന്നെ പറയാം. ഓക്കെ, എന്ത് ടേസ്റ്റാണെന്നറിയാമോ, ഇതെനിക്ക് പറയാൻ വയ്യ. സാമ്പാറിനായിട്ട് ഇതേ ഞാൻ തൂവരപ്പരിപ്പ് ഒന്ന് കഴുകി ഇച്ചിരി വെള്ളമൊഴിച്ച് ഒറ്റ വിസിലിൽ നിർത്തി. പിന്നെ എൻ്റെ കയ്യിലുള്ള എല്ലാ പച്ചക്കറികളും ഒന്നരിഞ്ഞ് ആ വേവിച്ച പരിപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും പിന്നെ പുളിവെള്ളത്തിൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഉലുവയൊക്കെ ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അടപ്പിൽ ഇച്ചിരി ഒന്ന് എണ്ണ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ അങ്ങ് തൂവിപ്പോട്ടില്ല. ഒരു ഹൈ ഫ്ലെയിമിൽ 2 വിസിലും കൂടെ കൊടുത്തിട്ട് ആവിയൊക്കെ മാറി തുറന്നിട്ട് അങ്ങ് വറുത്തിടുക. പല രീതിയിലാണ് ഞാൻ സാമ്പാർ വെക്കുന്നത്. ഇതിപ്പോൾ ചോറിന് കുറച്ച് ലൂസാക്കിയാണ് വെച്ചത്, പുളി കൂടുതൽ പിഴിഞ്ഞിട്ട്. ദോശ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ ഞാൻ പുളി ചിലപ്പോൾ പിഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് പുളി ഒന്ന് കാണിച്ചിട്ട് ഒരു കുറുകിയ രീതിയിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ നമ്മളോട് സാമ്പാർ റെസിപ്പി കാണിക്കണേന്ന് മെസ്സേജ് നമ്മുടെ ഒരു ഫ്രണ്ട് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ സാമ്പാർ റെസിപ്പി ഇട്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടയരി ചോറ് റെഡി. ലഞ്ച് ഇന്ന് സൂപ്പറായിരുന്നു. കുറേ നാളായില്ലേ. പക്ഷെ നമ്മൾ മറ്റേത് കഴിച്ച് ശീലിച്ചുകൊണ്ട് ഇതൊരു വ്യത്യാസമായിട്ട് തോന്നി. അങ്കൂന് അത്ര വലിയ പത്തിയമല്ല, എങ്കിലും വല്ലപ്പോഴും ഒക്കെ നമ്മുടെ ഇരുന്നോണ്ടങ്ങ് വെച്ചാട്ടോ. നമ്മുടെ ടൈഗർ ബിസ്ക്കറ്റ്, ഇത് ശരിക്കും പഴയ എൻ്റെയൊക്കെ കുഞ്ഞിലേ ഉള്ള ആ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് തിരിച്ചു കൊണ്ടുവന്ന ബിസ്ക്കറ്റായി ഈ ടൈഗർ ബിസ്ക്കറ്റ്. അകത്ത് ഓറഞ്ചിൻ്റെ ക്രീമൊക്കെ ഉണ്ട്. ഞാനിത് മാറ്റിയിട്ട് ആദ്യം ഓറഞ്ച് ക്രീം നക്കി കഴിക്കുമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കാം. ഇതൊക്കെ നൊസ്റ്റാൾജിയ എനിക്ക് ഈ ബിസ്ക്കറ്റ് കാണുമ്പോൾ. നമ്മുടെ നേരത്തെ ഒരു ബ്ലോഗിൽ നമ്മുടെ ചുറ്റുമുള്ള കടുകുപാടം മുഴുവൻ ഞാൻ നന്നായിട്ട് കാണിച്ചിരുന്നില്ലേ. അപ്പോൾ ഇന്നും നമ്മുടെ ഈ പരിസരമാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കൃഷിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാക്കി വേസ്റ്റൊക്കെ ഇവിടെയുള്ള കർഷകർ കൊണ്ടിടുന്ന ഒരു സ്ഥലവും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കൃഷി മാത്രമല്ല, അപ്പോൾ ഇതൊക്കെ ബാക്കിയുള്ളത് എന്ത് ചെയ്യും എന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇവിടെ. നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിടുവാണെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം ഇവിടെ ഭയങ്കര റൂൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും വാങ്ങിച്ചിടാൻ പറ്റത്തില്ല. വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോയി എന്ന് വിചാരിക്കണം. അത്രയ്ക്ക് ബുദ്ധി വേണം. അല്ലെങ്കിൽ ഈ കാണുന്ന മൺകൂനയൊന്നും അല്ല കേട്ടോ, നമ്മുടെ കൃഷി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എന്തൊക്കെയോ സംഭവങ്ങളാണ്. ഇത് ശരിക്കും നമ്മുടെ കറ്റയൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. കരിമ്പ്, ബാജ്ര, നെല്ല്, ഇതിൻ്റെയൊക്കെ ബാക്കി വന്ന സംഭവങ്ങൾ ഇങ്ങനെ അടുക്കിയിട്ടൊക്കെ ഒരു സ്മെല്ലാട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ. പുറത്ത് പാടമുണ്ട്, ഗോതമ്പ്. എടുക്കണ്ടത് ചൊറിയും ചിലപ്പോൾ. ഇത് വൈക്കോൽത്തുറു അല്ല കേട്ടോ, ഇത് കരിമ്പിൻ്റെ എന്തോ സാധനമാണ്. കരിമ്പ് ഉണങ്ങിയത്. ഇത് വൈക്കോല. ഇത് വൈക്കോല മോനെ, ഇത് കരിമ്പ് ഉണങ്ങിയത്. കരിമ്പോ ബാജ്രയൊക്കെ ഉണങ്ങിയതാ. വേണ്ട, കൈ വെച്ച് എടുക്കണ്ട, പൊടിയായിരിക്കും. ചുമക്കുന്നില്ലേ? സഫക്കേഷൻ ഉണ്ട്. അത് അതിൻ്റെ സ്മെൽ. അല്ല, ആ കച്ചിയുടെ സ്മെല്ല. അത് സ്മെല്ലെന്ന പ്രശ്നമല്ല, നടക്കുന്ന പോലെ രാജസ്ഥാനി മണ്ണ്. നമ്മൾ ശരി, ഇത് ചൂലുണ്ടാക്കുന്ന അല്ല, അതല്ല, ഇത് വീറ്റ്. അതെ, ബ്രെഡ്. അതെ, flour, starch, wheat starch. ഇത് നമ്മുടെ ചൂലുണ്ടാക്കുന്ന ചെടിയാട്ടോ. ഇതുപോലെ ഒരുപാടുണ്ട് ഇവിടെ. രാജസ്ഥാനിലാണ് കൂടുതൽ.
നമുക്കിനി പോകാനൊക്കെ ബോറടിച്ച് കാണും. എന്ത് അത് ഈ ചൂട് സമയത്ത് തണൽ കിട്ടും അവിടെ ഇരുന്നാൽ. ഒരാക്കെ അവിടെ നിൽപ്പുണ്ട്, നമുക്ക് പോകാം. സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ വലിയ ട്രക്കൊക്കെ വരും വണ്ടി.